Strong, happy, healthy kids are not born. They are raised with wisdom. നല്ല കരുത്തരായ സന്തോഷമുള്ള ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ മേളിൽ നിന്ന് പൊട്ടി വീഴുന്നൊന്നുമല്ല. നമ്മൾ നല്ല ജ്ഞാനത്തോടെ വളർത്തിയെടുക്കുന്നത് തന്നെയാണ്. ഇന്ന് KG പേരൻസിൻ്റെ ഒരു ഗൈഡൻസ് പ്രോഗ്രാമായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു അസൈൻമെൻറ്റ്. കരുനാഗപ്പള്ളിയിലുള്ള സെൻറ്റ് ഗ്രിഗോറിയോ സ്കൂളിലെ KG ക്ലാസ്സസ് ഇന്ന് ആരംഭിച്ചു. കുട്ടികളെല്ലാം ടീച്ചേഴ്സ് കൊണ്ടുപോയപ്പോൾ ആ പേരൻസിന് 2 മണിക്കൂറുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലായിരുന്നു ഞാൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ സ്കൂൾ തന്നെയാണ് ഈ ഒരു ഡേറ്റ് ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പേരൻസുമായിട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായൊരു പ്രോഗ്രാമാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ പേരൻസിനെ എക്വിപ്പ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു കഴിയുമ്പോൾ അവരിലുണ്ടാകുന്നൊരു പോസിറ്റീവ് ചേഞ്ച് വളരെ എക്സലൻ്റാണ്. ഇന്ന് അങ്ങനെ ഒരു വലിയ അനുഭവത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ സംസാരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് കരുത്തരായ, സന്തോഷമുള്ള, ആരോഗ്യമുള്ള, പർപ്പസ്ഫുള്ളായ കുഞ്ഞുങ്ങളെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത്? ചെറിയ പ്രായത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതൊക്കെ ഇന്നൊന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ വളരെ വലിയ ഒരു റെസ്പോൺസാണ് ഉണ്ടാക്കിയത്. ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ഓർത്തില്ല. ഇത്രയധികം സാന്ദ്രത ഈ ഒരു പ്രശ്നത്തിന് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. പക്ഷേ ആ വീഡിയോ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും അതിലൂടെ ഉണ്ടാക്കിയ ഒരുപാട് ഫോൺ കോളുകളും കമൻസും ഒക്കെ കാണുമ്പോൾ, ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യരെ ഒരുപാട് നന്മയിലേക്കും സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കും ആരോഗ്യത്തിലേക്കും ഒക്കെ നയിച്ചാൽ ഇതുപോലുള്ള മനുഷ്യരൊന്നും പ്രായമുള്ളവരായി രൂപപ്പെട്ടു വരില്ല. നാളെ സമൂഹത്തിൽ ഒരുപാട് ദ്രോഹങ്ങളുണ്ടാവില്ല. നമുക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സ്കൂളൊക്കെ തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് തിരിച്ചു വന്നു. ഈ വർഷം ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. ഇന്ന് ഒരു സ്കൂളിലെ KG സ്റ്റുഡൻസിൻ്റെ ഓപ്പണിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ KG സ്റ്റുഡൻസിൻ്റെ പേരൻസിനായിട്ടൊരു പ്രോഗ്രാം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്ന ചില മാതാപിതാക്കളുടെ ഡൗട്ട്സൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. വളരെ മനോഹരമായൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോവുക, ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിലേക്ക് പോവുക. ഒരുപക്ഷെ വളരെ ഇമോഷണലായിട്ട് പേരൻസൊക്കെ കാണുന്ന ഒരു ദിനവുമാണ്. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിടുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അവരെപ്പറ്റി വലിയ പ്രതീക്ഷകൾ, അവരെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നതിനെക്കുറിച്ച്, അവരെന്തെങ്കിലുമൊക്കെ ആകുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കുട്ടികളെ ഒന്നും ആക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവരിപ്പോൾ തന്നെ എന്തൊക്കെയോ ആണ്, അവരാരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, വളരെ യുണീക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അവർ വളരെ ഒറിജിനലായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് അവരെ പോലെ ആരുമില്ല, ഇതിന് ശേഷം അവരെ പോലെ ആരുമില്ല. പക്ഷെ അവരെ ഒരു ഫോട്ടോ കോപ്പി ആക്കാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പൊതുവേ മലയാളികൾക്ക് കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. കുട്ടികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവർ വളരെ ജെന്യുവനായിട്ടും ഡിഫറെൻ്റായിട്ടും യുണീക്കായിട്ടുമാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. കുട്ടികളെ എങ്ങനെ പേരൻറ്റ് ചെയ്യണം എന്ന് പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഓരോ കുട്ടിയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് പാരൻറ്റിങ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഉള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ജെനുവിനിറ്റി അനുസരിച്ച്, കുട്ടികളുടെ യുണീക്നെസ് അനുസരിച്ച്, അവരുടെ ഡെവലപ്മെൻറ്റൽ നീഡ് അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങളനുസരിച്ച് നമ്മളുടെ പാരൻറ്റിങ് രൂപാന്തരം പ്രാപിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ പാരൻറ്റിങ് ഇങ്ങനെ മാറ്റങ്ങളുണ്ടാകുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് യോജിച്ച പേരൻസ് അല്ലാതെ നമ്മൾ മാറും. അതാണ് വാസ്തവം. അപ്പോൾ എങ്ങനെയാണ് മിടുക്കരായ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെയും ബാല്യത്തിലൂടെയും ഒക്കെ നമുക്ക് മികച്ച രീതിയിൽ കുട്ടികളെ കൗമാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്? കൗമാരത്തിലെത്തുമ്പോൾ അവരൊരു ലേൺ റെഡി ആയിരിക്കണം. അവർ ലോകത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്ന പിയർ ഗ്രൂപ്പിലേക്കും സൊസൈറ്റിയിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലാൻ കരുത്തരായ കുട്ടികളായി മാറണമെങ്കിൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏറ്റവും പ്രധാനമായ സമയം എന്ന് പറയുന്നത്. അപ്പം ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, നമുക്ക് വെറും ആഹാരം മാത്രം കുട്ടികൾക്ക് കൊടുത്താൽ പോരാ. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഫീഡിങ് മൈൻഡിലേക്ക് കിട്ടണം. അവരുടെ മനസ്സിന് ധാരാളമായിട്ട് എൻറിച്ച്മെൻറ്റ് ഉണ്ടാവണം. അതാണ് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിന്ന് ഒത്തിരി ആഹാരമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. വി ആർ മോർ വറീഡ് അബൌട്ട് ഫീഡിങ് ചിൽഡ്രൻ. അതിനുവേണ്ടി തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്.
ഈ അടുത്തിടെ ഒരു പീഡിയാട്രീഷ്യൻ എന്നോട് പറഞ്ഞതുപോലെ 1/2 കിലോ പഞ്ചസാരയൊക്കെയാണ് ഒരു കുട്ടി ഒരു ദിവസം അകത്താക്കുന്നത്. അത്രയും കണ്ട് സാധനങ്ങളാണ് പുറത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതൊക്കെ ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്രയൊന്നും ഫുഡൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. കുറച്ചുകൂടെ ക്വാളിറ്റിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ കുട്ടികൾക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. എനിവേ, ഏറ്റവും പ്രധാനം അവർക്ക് മൈൻഡിനുള്ള ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അവരുടെ മനസ്സിനാവശ്യമായിട്ടുള്ള ഫുഡ്, പ്രത്യേകിച്ച് നല്ല സ്റ്റോറീസൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഒരു ഫോർമേഷനും റീഫോമിങ്ങിനും ഒക്കെ ആവശ്യമായ ക്യാരക്ടേഴ്സിനെ ആവശ്യമായ തരത്തിലുള്ള സ്റ്റോറികളും ഒക്കെ വളരെ ജ്ഞാനത്തോടെ തിരഞ്ഞെടുക്കണം. അല്ലാതെ ചുമ്മാ പ്രേതത്തിൻ്റെയും ഭൂതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ കഥകൾ പറഞ്ഞ് കുട്ടികളെ വൈകല്യമുള്ളവരാക്കി തീർക്കാൻ ശ്രമിക്കരുത്. അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന സ്റ്റോറീസ്, അത്തരത്തിലൊക്കെ സ്റ്റോറീസൊക്കെ കണ്ടെത്തി കുഞ്ഞുങ്ങളോട് പറയുന്നതൊക്കെ വളരെ നന്നായിരിക്കും. സ്റ്റോറീസ് കുട്ടികൾക്ക് വളരെ എൻറിച്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ പുസ്തകങ്ങൾ, കഥപുസ്തകങ്ങൾ, പടങ്ങളൊക്കെയുള്ള ചിത്ര പുസ്തകങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നല്ല ടോയ്സ്, കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ടോയ്സ്, അത് വില കൂടിയ ടോയ്സ് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഇൻഡിജനസ് ആയിട്ട് നമ്മുടെ ഓല കൊണ്ടും വെള്ളക്ക കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ടോയ്സൊക്കെ ഒരുപാട് തരത്തിൽ കുട്ടികളെ വളരെ എൻറിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ പസിൽസ്, അവരുടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സിനെ ഒത്തിരി ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചൈനയിലെ ഒരു സ്കൂളിലെ ഒരു കാര്യം കാണുമായിരുന്നു. ആ ചൈനീസ് സ്കൂള് അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ആ സ്കൂളിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കാൻ പോവുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ടീച്ചർമാരോട് ചോദിക്കുന്നു, അതിനൊക്കെ ടീച്ചർമാർ ഉത്തരം പറയുന്നു. അപ്പോൾ അവരുടെ ഒരു എൻവയോൺമെൻറ്റൽ എക്സ്പീരിയൻസും കൂടെ അവർ കൂട്ടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ മനസ്സും കൂടി ഫീഡ് ചെയ്യണം എന്നുള്ളൊരു പോയിൻ്റ് എല്ലാവരും ഓർക്കണം. അതിന് ക്വാളിറ്റി ടൈം പേരൻസ് സ്പെൻഡ് ചെയ്യണം, ഗ്രാൻഡ് പേരൻസ് സ്പെൻഡ് ചെയ്യണം അവരുമായിട്ട്. അല്ലാതെ അവർ ടി വിയുടെ മുമ്പിലിരുത്തി നമ്മളും ടി വിയുടെ മുമ്പിലിരുന്നാൽ ഈ ഒരു മൈൻഡ് ഫീഡിങ് ശരിയായിട്ട് നടന്നു എന്ന് വരത്തില്ല. അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ബോറടിക്കുന്നു എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ ബോറടിക്കുമ്പോഴാണ് കുട്ടികളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. കുറേ കുട്ടികൾ ട്രെയിനിലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മലബാർ സൈഡിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ കുട്ടികൾ ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കൊടുക്കാതെ ഇരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുകയാണ്, കളർ പെൻസിലും പേപ്പറും തരാമോ? അപ്പോൾ അതെല്ലാം പുള്ളിക്കാരി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ബോറടിക്കുമ്പോൾ ദേ ഗോ ഫോർ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ കുട്ടികൾ അവരുടെ ബോറടി മാറ്റാനായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും പോകും. അവരെല്ലാവരും കൂടെ കൂടിയിരുന്ന് പാട്ട് പാടും, അല്ലെങ്കിൽ അവർ വരയ്ക്കാൻ പോകും, കളിക്കാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെടും. അപ്പോൾ ബോറടിയിൽ നിന്നാണ് പലപ്പോഴും ഒരു ക്രിയേറ്റിവിറ്റിയും ഒരു ഇന്നോവേഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത്. കുട്ടികളെല്ലാം വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ ബോറടിക്കുമ്പോൾ അവർക്ക് എല്ലാം ബോറടി മാറ്റാനായിട്ട് ഉടനെ ടി വി ഓൺ ചെയ്ത് കൊടുക്കുക, ബോറടി മാറ്റാനായിട്ട് ഉടനെ ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. ഇതാണിപ്പോൾ ജനറലായിട്ട് കാണുന്നത്. പക്ഷെ അത്തരം കുട്ടികളൊക്കെ ഒരുപാട് സ്ക്രീനിലൊക്കെ ഒരുപാട് ഇരുന്ന് കുട്ടികളൊക്കെ ഒത്തിരി ഡാമേജ്ഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് സോൾവ് ചെയ്ത് കൊടുക്കരുത്. അവർ പല കാര്യങ്ങൾക്കും നമ്മളെ പെസ്റ്റർ ചെയ്യും, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഡോണ്ട് സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. കുട്ടികൾക്ക് തന്നെ സോൾവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലതൊന്നും സോൾവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവരറിയണം. എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ കറണ്ടില്ല, ഫാൻ ഇല്ല, കാറ്റില്ല, അതൊക്കെ റിയാലിറ്റിയാണ്. ആ സമയത്ത് അവരെങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്, അതവർ മാനേജ് ചെയ്യട്ടെ. എപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെല്ലാം കുട്ടികൾക്ക് കൊടുക്കാനിരുന്നാൽ കുട്ടികൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്യത്തില്ല. സത്യം പറഞ്ഞാൽ സ്ട്രഗിൾസാണ് സ്ട്രെങ്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്ട്രഗിളും ഉണ്ടാകുന്നില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ ആധുനിക കാലത്ത് കുഞ്ഞുങ്ങൾ വിശന്നിട്ടില്ല എന്നുള്ളതാണ്. അവരൊന്ന് വിശക്കട്ടെ, ഒന്നും പേടിക്കണ്ട. ഇച്ചിരി വിശന്നു എന്നൊന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല, മനെ വെയിറ്റ് ചെയ്യും, ഞാനത് ഉണ്ടാക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഒരു കുറച്ച് സമയമൊക്കെ ഇരിക്കട്ടെ. അതുപോലെ ഇഷ്ടമുള്ള ഫുഡ് തന്നെ എപ്പോഴും കൊടുക്കുക, അവർക്കൊരു സ്ട്രഗിളും ഉണ്ടാകുന്നില്ല. ഇഷ്ടമുള്ളതെല്ലാം വാരി വലിച്ച് വാങ്ങിച്ചു കൊടുക്കുക, അവർക്കൊരു സ്ട്രഗിളും ഉണ്ടാകുന്നില്ല. അവർ ചിലതൊക്കെ ചില പോരായ്മകളിൽ ആണ് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാകുന്നത്. അത് വളരെ ആവശ്യമാണ്. ഈ അബൻഡൻസിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, സ്കാഴ്സിറ്റിയിലാണ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാം വാരി കോരി കൊടുക്കുന്ന ഒരു അബൻഡൻസ് ഉള്ള
ഒരു കംഫോർട്ട് സോണിൽ കുട്ടികളിൽ യാതൊരു തരത്തിലുള്ള കാലിബറും ക്യാരക്ടറും ഡെവലപ്പ് ചെയ്യത്തില്ലെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ കുട്ടികളെ എപ്പോഴും നമ്മളിങ്ങനെ ബി കെയർഫുൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് വിടാതെ ഇങ്ങോട്ട് വിടാതെ എല്ലാം പേടിച്ച് എല്ലാം ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് വീണ്ടും ഡെവലപ്മെൻറ്റ് തടസ്സപ്പെടുകയാണ്. നമ്മൾ കുട്ടികളെ വിശ്വസിക്കുകയും കുട്ടികളെ ട്രെയിൻ ചെയ്യുകയും കുട്ടികളെ പ്രാപ്തമാക്കുകയും കുട്ടികളെ പലതും ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ സ്കൂളുകളിലൊക്കെ കാണുന്ന ഒരു കാര്യം, ഇന്ന് ഞാൻ KG പാരൻസിനോട് ഇന്ന് പറഞ്ഞ ഒരു വിഷയമാണ്. സ്കൂളുകളിലൊക്കെ ഇപ്പം ലഞ്ച് ടൈം തന്നെ അരമണിക്കൂറാക്കി. കാരണം 1 മണിക്കൂർ ലഞ്ച് ടൈം കൊടുത്താൽ അവർ ലഞ്ച് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഓടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ വീഴുന്നു, പല്ല് പോകുന്നു, നഖം പോകുന്നു, കൈ മുറിയുന്നു, കാല് മുറിയുന്നു. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇഷ്ടംപോലെ സ്കൂളുകളിലുണ്ടായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ വിളിച്ച് പറയും, പേരൻറ്റ് വന്നങ്ങ് കൊണ്ടുപോയി, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഞൊണ്ടിയൊക്കെ അങ്ങ് പോകും. അല്ലെങ്കിൽ കൈയും കാലും ഒഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് വിടും. ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ അറ്റ് ദാറ്റ് ടൈം. ഇതൊന്നും അന്നത്തെ കാലത്ത് വലിയ വിഷയങ്ങളായിരുന്നില്ല. ഇപ്പം ഞാനൊരു പേരൻ്റായിരുന്ന കാലത്ത് പോലും എനിക്കിത് വിഷയമല്ല. എൻ്റെ മോനൊക്കെ പലതരത്തിൽ വീണു ഒടിഞ്ഞും മുറിഞ്ഞും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ സ്പോർട്സ് എന്നൊക്കെ പറയുന്ന പാർട്ട് ഓഫ് അവർ ലൈഫ്, ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ ഒന്നും ഞങ്ങൾ പേടിക്കുകയോ വൈകാര്യമായിട്ട് എടുക്കുകയോ ആളി കത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ പേരൻസും അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ ഒരു നഖം ഇളങ്ങി എന്ന് പറഞ്ഞ് 4 വണ്ടി ആൾക്കാരാണ് വന്നത്, ചാനലുകാരെയും കൂടെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുക? പേരൻസ് മാറാതെ ആ സ്കൂളുകൾ ശക്തിപ്പെടത്തില്ല. സ്കൂളുകളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ അവരുടെ സേഫ്റ്റിയാണ് അവർ നോക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല. നമ്മൾ ആ രീതിയിലേക്ക് സ്കൂളുകളെ പ്രഷർ ചെയ്യുന്നു. കാരണം വൈകല്യം പിടിച്ച മാതാപിതാക്കളാണ്. നമ്മുടെ കുട്ടികൾ ഓടിച്ചാടി കളിക്കട്ടെ, ലഞ്ച് ടൈമിലൊക്കെ അവൻ ഓടട്ടെ. 2ാം ക്ലാസ്സിലെ കുട്ടി 3ാം ക്ലാസ്സിലെ ചേട്ടനെ പരിചയപ്പെടട്ടെ, 3ാം ക്ലാസ്സിലെ കുട്ടി 4ാം ക്ലാസ്സിൽ പോകട്ടെ, അങ്ങനെ സ്കൂളിലൊക്കെ എല്ലായിടത്തും പോട്ടെ. ഇത് ഒരു 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 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വേറെ ക്ലാസ്സിൽ പോകാൻ പാടില്ല, ആരെയും കാണാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. വീട്ടിലും ആരോടും മിണ്ടാനുമില്ല, കളിക്കാനുമില്ല, ഓടാനുമില്ല, ചാടാനുമില്ല. എല്ലായിടത്തും നമ്മൾ കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. എന്താണ്? നമ്മൾ സേഫ് ആക്കാൻ നോക്കുകയാണ്. നിങ്ങൾ സേഫ് ആക്കാൻ നോക്കും തോറും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ലൈഫ്, ആ കുട്ടിയുടെ ലൈഫ് അൺസേഫ് ആകുകയാണ്. കാരണം ആ കുട്ടിക്ക് യാതൊരു കരുത്തും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികളോട് പറയേണ്ട ഒരു കാര്യം, ഐ ട്രസ്റ്റ് യു എന്നാണ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ധൈര്യമായിട്ട് ഇറങ്ങും, എന്ത് സംഭവിക്കട്ടെ. അങ്ങനെയാണ് നീന്തൽ പഠിക്കുന്നത്, അങ്ങനെയാണ് സൈക്കിൾ പഠിക്കുന്നത്, അങ്ങനെയാണ് ഓടാൻ പഠിക്കുന്നത്, അങ്ങനെയാണ് മരത്തെ കയറാൻ പഠിക്കുന്നത്, അങ്ങനെയാണ് ഓരോ ജോലികൾ ചെയ്യാൻ പഠിക്കുന്നത്. എല്ലാ കാര്യവും ആദ്യകാലത്തൊക്കെ വലിയ കുഴപ്പമൊക്കെ ആക്കി മാറ്റും. ദാറ്റ് ഈസ് ക്വയറ്റ് പാർട്ട് ഓഫ് ലേണിംഗ്. പക്ഷേ അങ്ങനെ നമ്മളെല്ലാവരും റെസ്ട്രിക്റ്റ് ചെയ്യാതെ അവരെ വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്യിക്കുന്ന മാതാപിതാക്കൾ പിന്നീട് അവരിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. കണ്ടില്ലേ, ഒരു 15 വയസ്സുകാരനാണ് IPL എല്ലാ പ്രമുഖമായ പ്രൈസും എടുത്തുകൊണ്ട് പോയത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ 4 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ തന്നെ ആ കുട്ടി കാണിച്ച പല ടാലൻറ്റുകളെയും ആ പിതാവ് ചേസ് ചെയ്യാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ചെറിയ ബിസിനസ്സും സ്ഥലവും ഒക്കെ വിറ്റാണ് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. വലിയ ത്യാഗമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രോഫിറ്റ് വളരെ വലുതാണ്. എല്ലാവരും കളിപ്പിച്ചാൽ എല്ലാവരും അങ്ങ് പിന്നെ നാഷണൽ ചാമ്പ്യനും ഇൻ്റർനാഷണൽ ചാമ്പ്യനും ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കുട്ടികളെ കരുത്തരായി വളർത്തിയാൽ അവർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കും. ആ കരുത്ത് കിട്ടുന്നത് പലപ്പോഴും അവരെ ഓരോ കാര്യത്തിനും നമ്മൾ ഇറക്കി വിടുമ്പോഴാണ്. അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. പലപ്പോഴും ഫാദർ വീട്ടിലില്ലെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര പേടിയാണ്. മാത്രമല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പന്മാരൊക്കെ അത് ഭയങ്കരമായിട്ട് ഇമോഷണലാക്കി മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഴപ്പം തന്നെ, കുട്ടികൾ കൂടുതൽ റെസ്ട്രിക്റ്റഡ് ആകുകയും കുട്ടികളുടെ കഴിവുകൾ വളരാനുള്ള സാധ്യതകളെല്ലാം കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ വേറൊരു വലിയ പ്രശ്നം, ഇന്ന് പല പേരൻറ്റും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ്, ഈ കുട്ടികൾ അമിതമായി വാശി പിടിച്ച് കരയുമ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് കരച്ചിലിനെ പറ്റി പറയാനുള്ളത്, കുട്ടികൾ കരയുമ്പോൾ അവർ കരയട്ടെ. കരച്ചിൽ വളർച്ചയ്ക്ക് നല്ലതാണ്. കരയുന്നതിനെ നമ്മൾ പേടിക്കുന്നു എന്ന് കാണുമ്പോഴാണ് കരച്ചിലൊരു ടൂളായിട്ട് അവർ ഉപയോഗിക്കുന്നത്. കുട്ടി കരയുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു, അല്ലെങ്കിൽ കുട്ടി കരയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നത് നിങ്ങൾ പേടിക്കുന്നു, കുട്ടി കരയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു തോൽവിയായിട്ട് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ കുട്ടി ഇതൊരു നല്ല ടൂളായിട്ട് ഉപയോഗിക്കുകയും നിരന്തരമായിട്ട് കരഞ്ഞ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് കുട്ടികൾ കരയുമ്പോൾ അത് കുഴപ്പമില്ല, കരഞ്ഞോ, എന്നാലും ഒരു നോ പറഞ്ഞ കാര്യം നോ ആയിരിക്കണം. ഒരു കാര്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മൊബൈൽ ഫോൺ വേണം, അത് കൊടുക്കില്ല, തരില്ല എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കരയുന്നെങ്കിൽ കരഞ്ഞോട്ടെ. കുറച്ച് പ്രാവശ്യം കരഞ്ഞു കഴിയുമ്പോൾ കുട്ടിക്ക് തന്നെ ഒരു കാര്യം മനസ്സിലാവും, ഇത് നോയാണ്, ഇതിനു വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കുട്ടിയോട് ഒരു പേരൻറ്റ് നോ പറയുമ്പോൾ
ആ പാർട്ട്ണറും അല്ലെങ്കിൽ ഫാദർ നോ പറയുമ്പോൾ മദറും നോ ആയിരിക്കണം, മദർ നോ പറയുമ്പോൾ ഫാദറും നോ ആയിരിക്കണം, ഗ്രാൻഡ് പേരൻസും നോ ആയിരിക്കണം. അല്ലാതെ ഒരാൾ നോ പറയുമ്പോൾ ബാക്കിയുള്ളവരത് എസ്സാക്കി കൊടുത്താൽ കുട്ടിക്കൊരു ലേണിംഗ് ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ കരയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കുട്ടികൾ ആവശ്യത്തിന് കരഞ്ഞോട്ടെ. കരയുന്നത് അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഈ കരച്ചിലൂടെ പിന്നെ കരഞ്ഞു കഴിയുമ്പോൾ അവരെ ഒന്ന് ഗൈഡ് ചെയ്യുക. മോനെ എന്തുകൊണ്ടാണ് തരാതിരുന്നത്, ആ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻറ്റ്. കരച്ചിലൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് നോ പറഞ്ഞു എന്നുള്ളതും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതുമൊക്കെ അവരോടൊന്ന് വിശദീകരിച്ച് കൊടുക്കുക. അവിടെ കുട്ടിയിൽ നിന്നുണ്ടാവേണ്ട ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ, ക്യാരക്ടർ എന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുക. ഒന്ന് ഗൈഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഗൈഡ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാവും, അവർക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവും. അവരാവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വാശി പിടിക്കുന്നതിൽ നിന്ന് അവർ പുറകോട്ട് മാറും. അങ്ങനെയാണ് അവരിലൊരു ഇമോഷണൽ സ്ട്രെങ്തും ഇൻ്റലിജൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്തരം ആൾക്കാർക്ക് യാതൊരു ഇമോഷണൽ സ്ട്രെങ്തും ഉണ്ടാവില്ല. അവരാണ് വളർന്നു വന്നിട്ട് പിന്നെ ഭാര്യയുമായിട്ട് യുദ്ധം ചെയ്യുന്നതും ഭർത്താവുമായിട്ട് യുദ്ധം ചെയ്യുന്നതും വഴക്കിടുന്നതും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരം ആൾക്കാരിലെ ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ഒരിക്കലും ഡെവലപ്ഡ് ആവില്ല. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് കുട്ടികളെ വെളിയിലിറക്കി ധാരാളമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. മഴ, മണ്ണ്, വെയിൽ, ചുറ്റുപാട്, പ്രകൃതി എല്ലാം കുട്ടികളെ എൻജോയ് ചെയ്യണം. കുട്ടികളെ അകത്ത് വെച്ച് പുഴുങ്ങരുത്. അത് വളരെ അപകടകരമായ കാര്യമാണ്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു കാരണവശാലും ഒരു 7ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും ട്യൂഷന് പോകേണ്ട കാര്യമില്ല. അപ്പോൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഒരു 7ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കണം. പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളിലെ കുട്ടികൾ, KG ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കുട്ടികൾ ഓടിച്ചാടി കളിക്കണം. കഴിയുമെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം തന്നെ ഓടിച്ചാടി കളിക്കണം. അത് കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യപരമായ ഡെവലപ്മെൻറ്റ്സ്, അവരുടെ ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉള്ളവരാണെങ്കിൽ, ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ കളി തന്നെ അതിന് നല്ലൊരു തെറാപ്പിയാണ്. അതിലൂടെ അവർ വളരെയധികം ഓർഗനൈസ്ഡ് ആവുമെന്ന് പല സ്റ്റഡീസും ലോകത്ത് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർ കളിക്കട്ടെ, നന്നായിട്ട് ഓടിച്ചാടി കളിക്കട്ടെ, മണ്ണിലൊക്കെ കളിക്കട്ടെ, ചേറും ചെളിയും ഒക്കെ ആവട്ടെ, വെള്ളത്തിൽ കളിക്കട്ടെ, വെയിൽ കൊള്ളട്ടെ, മഴ നനയട്ടെ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് അവർ നല്ല കരുത്തുള്ള കുട്ടികളായി മാറുന്നത്. നമ്മൾ ഈ സ്ട്രീറ്റ് ചിൽഡ്രനെയൊക്കെ കണ്ടിട്ടില്ലേ? ദേ ആർ ബെറ്റർ ഫൈറ്റേഴ്സ് ആൻഡ് ബെറ്റർ എക്യുപ്ഡ്. അവർ കുറച്ചുകൂടെ ഇമ്മ്യൂണിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഈ അകത്ത് വളർത്തുന്ന ബ്രോയിലർ ചിക്കനെ പോലെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവർക്കൊരു ഇമ്മ്യൂണിറ്റിയും കാണില്ല. അവർ പ്രകൃതിയും ആയിട്ടൊക്കെ ഒന്ന് പരുവപ്പെട്ട് വരട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, അതുപോലെ വാശി പിടിച്ച് ഭയങ്കരമായിട്ട് വാശിയും ദേഷ്യവും കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതൊരു ടൂളായിട്ടാണ് അവർ കാണിക്കുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വാശിയൊക്കെ കുഞ്ഞുങ്ങൾ കാണിക്കുമ്പോൾ വീട്ടിൽ ആരോ ഒരാൾ ഈ വാശി കാണിച്ച് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഈ ഒരു ശീലം പഠിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ സ്വഭാവത്തെയൊക്കെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കുക. ഇപ്പോൾ വാശിയൊക്കെ വീട്ടിൽ അങ്ങനെ കാണിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും കുട്ടികളിലെ ഈ ഒരു ടൂള് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില കുഞ്ഞുങ്ങൾ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്നത് അവരുടെ ചില അൺമെറ്റ് നീഡ്സ്, ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും ഒരു അറ്റൻഷൻ സീക്കിങ് ബിഹേവിയറായിട്ടും ഒക്കെയാണ്. അത് അവരുടെ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ നമ്മൾ പേരൻസ് കുറേ കൂടി അവരുമായിട്ട് അടുക്കുകയും അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയും അവർക്ക് ഉമ്മ കൊടുക്കുകയും അവരുമായിട്ട് കൂടുതൽ സമയം ഇരുന്ന് അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് അവരുടെ പ്രോബ്ലം എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ അവരെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അമ്മയുമായിട്ടൊരു വലിയ വാശി കാണിക്കുന്നു, അപ്പനൊന്ന് എടുത്ത് വെളിയിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി പല കാര്യങ്ങളിൽ അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്തരം കുട്ടികളിലൊക്കെ എന്തെങ്കിലും പിന്നെ ഒരു 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 പ്രോപ്പർ ഡെവലപ്മെൻറ്റ് അത്തരം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം അവരുടെ ഫുഡും മറ്റുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ന്യൂട്രിറ്റീവായിട്ട് ഫുഡ് കൊടുക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, ഒരു 10 മണിക്കൂർ വരെയൊക്കെ അവർ ഉറങ്ങട്ടെ. ഈ കാര്യങ്ങൾ അവർക്ക് കളിക്കാനൊക്കെ ആവശ്യത്തിന് സമയം കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ വാശിയും ദേഷ്യവും ഇതൊക്കെ ഒരു എനർജിയാണല്ലോ. അത് വെൻറ്റിലേറ്റ് ചെയ്യാൻ പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഈ എനർജിയൊക്കെ അനാവശ്യമായ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വെൻറ്റിലേഷനൊക്കെ കുറയും. ഇപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ അവരെ ഒന്ന് പോസിറ്റീവാക്കി എടുക്കാൻ ഒരു ശകലം കഷ്ടപ്പെടണം. കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചിലവഴിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം. ആരുമില്ലാത്ത അവസ്ഥ വളരെ ഭയാനകമാണ്. ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നു, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ബാങ്കിലൊക്കെ ജോലിക്ക് പോകുന്നവർ, അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തൊക്കെ ഡോക്ടേഴ്സായിട്ടുള്ളവരൊക്കെ ജോലിക്കൊക്കെ 12 മണിക്കൂർ വരെയൊക്കെ ഒരു വെളിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുക? അപ്പോൾ ആരെങ്കിലും ഒരാൾ ആ രീതിയിലൊക്കെ ജോലിയൊക്കെ ക്രമീകരിച്ച് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്
പ്രധാനമായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ്, പ്രായമുള്ള പക്വതയുള്ള ആരെയെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്യണം. അതുപോലെ വളരെ പ്രധാനമായും വളരെ ക്രിയേറ്റീവായിട്ടും ചെയ്യാവുന്നൊരു കാര്യമാണ് പെറ്റ്സ് എന്ന് പറയുന്നത്. ഒരു പെറ്റ്സ് കൾച്ചർ നമ്മുടെ ഇപ്പോൾ അത് ഒത്തിരി കൂടി വരുന്നുണ്ട്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ പിന്നെ അലങ്കാര മത്സ്യങ്ങളെയൊക്കെ വാങ്ങിക്കാൻ വരുന്നതും പെറ്റ്സ്, ഡോഗ്, ക്യാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പെറ്റ്സ്, പക്ഷികൾ, ഇതിനെയൊക്കെ വളർത്താൻ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക. ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന കുട്ടികൾ കുറേ കൂടി ഒന്ന് സോബറാകുകയും കുറേ കൂടെ അമിക്കബിളാകുകയും സോഫ്റ്റ് ആകുകയും അവരിൽ നല്ല പിന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നല്ലതാണ് കുട്ടികളെ സംബന്ധിച്ച്. എല്ലാവരും കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹത്തോടും കരുതലോടും ഇടപെടുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മോശപ്പെട്ട ഒരു കുട്ടിയുമില്ല. നല്ലത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവരിൽ നിന്ന് നല്ലത് വരും. ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും കുഞ്ഞുങ്ങളെ കരുതുക. സ്കൂളിലും കരുതുക, വീട്ടിലും കരുതുക. എല്ലായിടത്തും അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടട്ടെ, അവർ വാല്യൂഡ് ആവട്ടെ. എല്ലാവരും അവരോട് വളരെ എമ്പതറ്റിക്കായിട്ട് ഇടപെടുക. അവരുടെ കൊച്ചു കൊച്ചു വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഇന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ ഇടപെട്ടാൽ നാളെ അവരിൽ നിന്നും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരും വളർന്നു വരുമ്പോൾ ഒപ്പിയെടുക്കുന്നവരായി മാറും. ഒരു സംശയമില്ല. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ പേരൻസിന് വലിയൊരു റോളുണ്ട്. ഞാനിതൊന്ന് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു നല്ല സ്കൂളിൽ വിട്ടുകൊണ്ട് മാത്രം കുട്ടികൾ ഒരിക്കലും മികച്ച കുട്ടികളാവത്തില്ല. സ്കൂളിൽ ഏതൊരു കാര്യത്തിൻ്റെയും നോളജ് കിട്ടും, പക്ഷെ അത് അപ്ലൈ ചെയ്യാനുള്ള സ്പേസസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പേരൻസാണ്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൻ്റെ ഡയറക്ടർ തന്നെ എന്നോട് പറഞ്ഞു, സർ ഈ വർഷം ഞങ്ങൾ ഒരു 5 കോർ വാല്യൂസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആ 5 കോർ വാല്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നവരാണോ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്താഗതിയെ ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സ്കൂളിൽ നമുക്ക് ആ വാല്യൂസൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ആ വാല്യൂസൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർ ഈ ഓരോ വാല്യൂസും പഠിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത്, എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെങ്ങനെയാണ്, എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ മുതിർന്നവരെങ്ങനെയാണ്, ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമ്മളൂടെ ആ വാല്യൂസൊക്കെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കുട്ടികൾക്ക് കൂടെ കിട്ടും. അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. പേരൻസ് ടീച്ചേഴ്സിൻ്റെ കുറ്റം പറഞ്ഞു, ടീച്ചേഴ്സ് പേരൻസിൻ്റെ കുറ്റം പറഞ്ഞു ഇനി നമുക്ക് വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇനി വേണ്ടത് ഒരു കോമ്പറ്റീഷനല്ല, കൊളാബറേഷനാണ്. പേരൻസും ടീച്ചേഴ്സും ഒരുമിച്ച് നിൽക്കണം. കുഞ്ഞുങ്ങളെ സമഗ്രമായി ചേർത്ത് പിടിച്ച് അവരുടെ വളർച്ച ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. പിന്നെ ഈ KG ക്ലാസ്സിലേക്കൊക്കെ വന്ന കുട്ടികളെ ചെറിയ പ്രായത്തിൽ ഇരുത്തി അങ്ങ് അമിതമായി പഠിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. അവരെ ഒന്നും ആക്കാനും ശ്രമിക്കരുത്. KG എന്നൊക്കെ പറയുന്നത് കുട്ടികളൊന്ന് സ്കൂൾ പരിചയപ്പെടാനുള്ള സമയം മാത്രമാണ്. എന്തെങ്കിലും പഠിക്കാനൊരു താല്പര്യം കാണിക്കുന്നെങ്കിൽ പഠിച്ചോട്ടെ, ഫോഴ്സൊന്നും വേണ്ട. അതുപോലെ അമിതമായ ഹോംവർക്കൊന്നും വേണ്ട. വീട്ടിൽ വന്ന കുഞ്ഞുങ്ങൾ പേരൻസുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇത്തരത്തിൽ നല്ല ആരോഗ്യമുള്ള, സന്തോഷമുള്ള, കാഴ്ചപ്പാടുള്ള കുഞ്ഞുങ്ങളെ, ഗുഡ്നെസ് ഉള്ള കുഞ്ഞുങ്ങളെ, ലെറ്റ് ദം ബി ഹെൽത്തി, ലെറ്റ് ദം ബി ഹാപ്പി, ഒരു നല്ല ഗുഡ്നെസ് ഉള്ള കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങൾക്കെല്ലാം സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.